പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തിക്കാൻ സദൃശ്യവാക്യം 18-10 വാക്യം, ചാപ്റ്റർ 18 വേഴ്സ് 10. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനഭാഗമാണ്. യഹോവയുടെ സന്നിധിയിൽ നമ്മളെങ്ങനെ ആയിരിക്കും? നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മയെക്കുറിച്ചാണ് നമുക്കിവിടെ ഈ അധ്യായത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ജ്ഞാനിയും മൂഢനുമായവനെക്കുറിച്ചുള്ള ഒരു താരതമ്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യഹോവയുടെ നാമമാണ് ബലമുള്ള ഗൗരവം. കർത്താവിൻ്റെ നാമത്തെ വഹിക്കുന്ന ഒരു വ്യക്തി എന്താണ്? അവൻ്റെ ജീവിതത്തിനകത്ത് തണലായി, ആശ്വാസമായി കർത്താവിൻ്റെ നാമം അവന് മേൽ വെളിപ്പെട്ട് നിൽക്കാനിടയാം. ഇന്ന് പ്രഭാതത്തിലും ഇവിടെ വായിക്കുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അവയിലേക്ക് എന്ത് ചെയ്യുന്നു? അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ കഴിയുന്നത് എവിടെയാണ്? യഹോവയുടെ നാമമാണ്. യഹോവയുടെ നാമം മുറുകെ പിടിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ഒരിക്കലും താളടിയായി പോകത്തില്ല. കർത്താവിൻ്റെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അവയിലേക്ക് ഓടിച്ചെല്ലും. ഇന്ന് പ്രഭാതത്തിലും നമുക്ക് ഓടിച്ചെല്ലാനായിട്ടുള്ള ഒരു ഗോപുരമുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമമാണ്. കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും ക്ഷീണിതരായി തീരത്തില്ല. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരെ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടത്തില്ല. കർത്താവിൻ്റെ നാമത്തെ അത് ആശ്രയിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും അത് കണ്ണീരിലായി പോകത്തില്ല. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അവയിലേക്ക് ഓടിച്ചെന്ന് ആ ഭയം പ്രാപിക്കും. പല ഇടങ്ങളിലും അഭയത്തിനായിട്ട് ഓടി നടന്നിട്ട് ഇന്ന് പ്രഭാതത്തിലും ഒരു അല്പം പോലും അഭയം ലഭിക്കാതെ വളരെ വിഷമത്തോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണോ? കർത്താവിൻ്റെ നാമം ബലമുള്ള ഗോപുരമാണ്. കർത്താവിൻ്റെ നാമം ബലമുള്ള ഗോപുരമാണ്. കർത്താവിൻ്റെ നാമം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. കർത്താവിൻ്റെ നാമം നമ്മളെ ഒരിക്കലും മറന്നു കളയത്തില്ല. നമുക്ക് ഇവിടെ കാണുന്നത് അതേ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ തള്ളിക്കളയും. ലോകത്തിൽ പലതും നമ്മളെ മാറ്റി നിർത്തുമ്പോൾ കർത്താവിൻ്റെ നാമം നമ്മളെ ചേർത്ത് പിടിച്ച് ബലമുള്ളൊരു ഗോപുരമാണ് യഹോവയുടെ നാമം. ഈ നാമത്തിൽ ആശ്രയിച്ചാൽ ഈ നാമം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഉയർത്തി മാനിക്കാനിടയായിട്ട് നമുക്കതിലേക്ക് ഓടിച്ചെല്ലാം, അഭയം പ്രാപിക്കാം, ആശ്വാസം പ്രാപിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വചനത്തിനാണ് സ്തോത്രം. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.